ശക്തമായി നമ്മെ ആരാധനയിൽ ദൈവസാന്നിധ്യത്തിനകത്ത് കൊണ്ടുപോയ ദൈവദാസനെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യാസമയത്ത് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ചിന്തകൾ വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകങ്ങളെ കൊണ്ടുവന്നവർ വേദപുസ്തകങ്ങളെ തുറന്നാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം, Gospel of John chapter 5 verse 4, 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വേദഭാഗം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വേദഭാഗം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനായാലും അവന് സൗഖ്യം മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ചിന്തകൾ മാത്രം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വേദപുസ്തകത്തിനകത്ത് നമുക്ക് ഏറ്റവും സുപരിചിതമായി അറിയാവുന്നതും ഒട്ടനവധി പ്രസംഗങ്ങളൊക്കെ നാം കേട്ടിട്ടുള്ള ഒരു അധ്യായമാണ്. 38 ആണ്ട് കുളക്കരയിൽ രോഗിയായി സൗഖ്യം കാത്തുകിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ദൈവിക സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് അധ്യായത്തിനകത്തുള്ളത്. ഞാനിങ്ങനെ പറയാം പ്രിയരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് മാത്രം വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പദമുണ്ട്. അത് അടയാളങ്ങൾ എന്ന പദമാണ്, അത്ഭുതങ്ങൾ എന്ന പദമാണ്, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് എന്ന് മറ്റ് ഇതര സുവിശേഷങ്ങൾക്കകത്ത് കാണാൻ കഴിയാത്ത ഒരു പദം യോഹന്നാൻ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. നമ്മുടെ ദൈവം അതിശയങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ഈ പകൽക്കാലം നാം അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ പാദപീഠത്തിലല്ല വന്നത്. ഈ പകൽക്കാലം നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. അവൻ അത്ഭുത മന്ത്രിയായ ദൈവമാണ്. ആമേൻ. പലരും ദൈവിക സൗഖ്യവും ദൈവിക വിടുതലുകളും ദൈവിക പദ്ധതികളുമൊക്കെയും ഉപേക്ഷയായി വിചാരിക്കുന്ന ഒരു തലമുറയുടെ മുൻപിലാണ് നാം ഈ പകൽക്കാലം ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഹാളിനകത്തായിരിക്കുന്നവർ ഈ ദേശത്തിലൂടെ ഏതു ദേശത്തിരുന്ന് ഈ ശബ്ദം കേൾക്കുന്നവരാണെങ്കിലും ഹൃദയത്തെ തൊട്ട് ആത്മനിറവിലൊരു ദൂത് കൈമാറാം. എൻ്റെ ദൈവം ഈ പകലും അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. നീറുന്ന ഏത് വിഷയത്തിൻ്റെ നടുവിലും, ആരാലും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തിൻ്റെ നടുവിലാണോ നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും അവന് സാഹചര്യം വിഷയമല്ല, സമയം വിഷയമല്ല, നിന്റെ വിഷയത്തിൻ്റെ വലിപ്പം വിഷയമല്ല. അവൻ അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഈ പകൽക്കാലം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഈ പകൽക്കാലം നിങ്ങളിരിക്കുന്ന ഭവനത്തിൻ്റെ ഉള്ളറയ്ക്കകത്ത്, നിങ്ങൾ വിട്ടേച്ചു വന്ന ഭവനത്തിൻ്റെ ഉള്ളറയ്ക്കകത്ത്, നിങ്ങൾ വിട്ടേച്ചു വന്ന ദേശത്തിനകത്ത് ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ ഉയർത്തുന്നത്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ട് ഈ പകൽ ചെയ്യുവാൻ ചിലത് ആരംഭിക്കാൻ പോകുകയാണ്. ചില ദൈവിക വിടുതലുകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ ദൈവസഭ ഒരുങ്ങിക്കോ. ഈ തലമുറയിൽ എൻ്റെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്, ചില അഭിഷേകങ്ങൾ ചെയ്യാൻ പോകുകയാണ്.
പറയുകയാണ്, ആർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലാത്ത രീതിയിൽ ഈ പകൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ പകലും എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം, എൻ്റെ ദൈവത്തിന് സ്തോത്രം കൊടുക്കണം. ഈ പകൽക്കാലം അവൻ അത്ഭുത മന്ത്രിയായ ദൈവമാണ്, അവൻ വീരനായ ദൈവമാണ്. ശബരതലഘടക ആമേൻ. ഏതോ ചലിക്കാത്ത ദൈവത്തിൻ്റെ മുൻപിൽ, ഏതോ കേൾക്കാത്ത ദൈവത്തിൻ്റെ മുൻപിൽ, മൗനമായി പോയ ദൈവത്തിൻ്റെ മുൻപിലല്ല ഈ പകൽ നമ്മൾ വന്നിരിക്കുന്ന ദൈവം അത്ഭുത മന്ത്രിയായ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണെങ്കിൽ ഇന്ന് പകൽ അവൻ ആരാധിക്കുന്ന ദൈവജനത്തിനൊരു ദൂത് കൈമാറാം. അത്ഭുതങ്ങൾ നിന്റെ ജീവിത ശൈലിയായി മാറും, അഭിഷേകങ്ങൾ നിന്റെ ജീവിത ശൈലിയായി മാറും. ഇന്ന് പകൽക്കാലം കേട്ട് പഴകിയ കഥകൾക്കകത്തല്ല ജീവിക്കേണ്ടത്. നിന്റെ പകലിൽ ദൈവം നിന്നെ നടത്തുന്ന അത്ഭുതങ്ങൾക്കകത്ത് ജീവിക്കാം. ഒരു തലമുറ ഈ പകൽ എൻ്റെ ദൈവം വിളിക്കുകയാണ്. ഈ പകൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഈ ദൂത് സ്വീകരിച്ചോ. ഈ തലമുറയിലും അത്ഭുതങ്ങളിൽ ജീവിക്കാം. നീ ചെന്ന് നിൽക്കുന്നുണ്ട്, നീ കാഴ്ചമുട്ടുന്ന പട്ടണം, നീ കാഴ്ചമുട്ടുന്ന ഭവന്, അത് നിന്റെ മേൽ വ്യാപരിക്കുന്ന, നിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്ന ഇടങ്ങളായി മാറുന്ന വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ കാണാൻ ഈ പകൽ തന്റെ ഇടമുണ്ടെങ്കിൽ ഈ പകൽ എൻ്റെ ദൈവത്തിന് ആരാധന കൊടുത്ത് ഈ പകൽക്കാലം ഈ ദൂത് സ്വീകരിച്ചാട്ടെ. വൈഡമാൻ അധുരഘടക ചാരകൽഖമ വൈശേരികന്ധരാരികൽഖമാൻ അധുരഘടക അർത്ഥരാമനാരികൽഖമാൻ അധുരജലഘടക റികാംധാരകൽഖമാൻ അധുരഘടക അർത്ഥേരികൽഖമാൻ അധുരജലഘടക ചരാരികൽഖമ. ഈ പകൽ ആത്മാവിൽ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ആത്മാവിൽ ഞങ്ങൾ വ്യത്യസ്തമായ ദൈവിക പദ്ധതികൾക്കകത്ത് ഈ പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സൈന്യത്താൽ കടിയാത്തത്, ശക്തിയാൽ കടിയാത്തത് ഈ പകൽ ദൈവത്തിന്റെ ആത്മാവിനോ ദൈവം ചെയ്യുന്ന വൈഡമാന ധൂര വൈശവേരധാര വൈഡവരഗതേ റീബര വൈഡവരം ധുരഘടകരാജലഘടക റീമാരം ചാരീഖാമാന വൈഡമാന റീബര വൈഡവരഗബേ റീബര വക്ഷവരം ദുര വൈഡവരം ധ റീഖാന്താരം താരം 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 തേര വൈഡവരം ദര വൈഡവരം ദര വൈഡവരഗബ റീബര വൈഡ അർത്ഥാരാമ റീഖാമാന ശരാരകൽഖബ. ഈ പകൽക്കാലം കരമുയർത്തിപ്പറ, നമ്മൾ അത്ഭുതങ്ങളിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. നമ്മൾ ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ കരുണയാണ്. ഈ പകൽ ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം നടത്തിയത് കൊണ്ടാണ് ഈ പകൽ നിൽക്കുന്നേ, എൻ്റെ ദൈവം നിലനിർത്തിയത് കൊണ്ടാണ് ഈ പകൽ നിൽക്കുന്നേ. എത്രയോ പ്രാവശ്യം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച വിഷയങ്ങളുടെ നടുവിൽ ചെയ്യാളിയെപ്പോലെ നിൽക്കുന്നത് ഈ പകൽ ദൈവം നടത്തിയ വിധങ്ങൾ വലുതായത് കൊണ്ട്, അവൻ കരുതിയ വിധങ്ങൾ വലുതായത് കൊണ്ട്, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴ് വലുതായത് കൊണ്ട് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ പകലും അത്ഭുതം ചെയ്യാൻ ശക്തനാണ് കേട്ടോ. നമ്മുടെ പൊട്ടബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ. നമ്മുടെ ചിന്തകൾക്കകത്ത് ഒതുങ്ങിപ്പോകുന്നതല്ല ദൈവിക അത്ഭുതങ്ങൾ. ഈ പകൽക്കാലം ഞാൻ കൊതിക്കുന്നു നമ്മുടെ ആലയത്തിനകത്തും അങ്ങനെ ദൈവിക അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ. ആരാലും മാറ്റി നിർത്താൻ കഴിയാത്ത, ആരാലും വിമർശിക്കാൻ കഴിയാത്ത, ആരാലും ആമേ കെട്ടുകഥ എന്ന് പറയാൻ കഴിയാത്ത, ആമേ നഗ്ന നേത്രങ്ങൾക്ക് ശബരഘടകം ചേരകൾക്ക് ആശ്ചര്യം വെളിപ്പെടുത്തുന്ന ദൈവിക അത്ഭുതങ്ങൾ ഈ തലമുറയിലും എൻ്റെ ദൈവം ചെയ്യും കേട്ടോ. ഈ പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ അതിലൊന്ന് നമ്മിൽ നിന്ന് ആരംഭിക്കാൻ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഈ തലമുറയിലും എൻ്റെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. പട്ടണങ്ങളെ, രാജ്യങ്ങളെ, ഗ്രാമങ്ങളെ പിടിക്കുക. അഭിഷേകമുള്ള ചിലവിന് എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളോടുകൂടെ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവം ഈ തലമുറയിൽ ദൈവം തെളിയിക്കുന്നവനാണ്. പ്രിയരെ, അങ്ങനെ വ്യത്യസ്തമായ ചിന്തകൾ നിറഞ്ഞതാണ് യോഹന്നാന്റെ സുവിശേഷം. 5-ാം അധ്യായത്തിനകത്ത്
വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു കുളം, അതിൻ്റെ പേര് ബെഥസ്ദ എന്നാണ്. അമ്മേ, എന്താണ്? ബെഥസ്ദ എന്നാണ്. അത് ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ദേവാലയത്തിൻ്റെ ആട്ടുവാതിക്കൽ നിന്ന് കയറി ചെല്ലാൻ കഴിയുന്ന ഇടത്താണ് ആ കുളം സ്ഥിരീകരിക്കുന്നത്. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ കുളം പുതുനിയമസഭയ്ക്ക് നിഴലാണ്. ആ കുളം ദൈവസഭയ്ക്ക് നിഴലാണ് എന്ന് പറഞ്ഞാൽ ആ കുളത്തിന് 5 മണ്ഡപങ്ങളുള്ളതുപോലെ, 5 മണ്ഡപങ്ങളുള്ളതുപോലെ ദൈവസഭയ്ക്ക് മാത്രം, പുതുനിയമസഭയ്ക്ക് മാത്രം ദൈവം കൈമാറിയിട്ടുള്ള 5 ശുശ്രൂഷകൾ. 5 മണ്ഡപങ്ങൾ ബെഥസ്ദ കുളത്തിനുണ്ടതുപോലെ പുതുനിയമസഭയ്ക്കകത്ത് 5-fold മിനിസ്ട്രീസ്. ആമേൻ, ഹല്ലേലൂയ. എന്തൊക്കെയാണ് ആ ശുശ്രൂഷകൾ? ആമേൻ, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ആമേൻ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ. ഈ 5 വിധ ശുശ്രൂഷകൾ ദൈവസഭകളുമായി കണക്റ്റഡ് ആണ്, പുതുനിയമസഭയുമായി കണക്റ്റഡ് ആണ്. അതുപോലെയാണ് ബെഥസ്ദ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. എന്തുണ്ട്? 5 മണ്ഡപങ്ങളുണ്ട്. ആ മണ്ഡപങ്ങൾക്കകത്ത് രോഗികൾ, വിവിധ രോഗങ്ങൾ ബാധിച്ച, ജീവിതം അടുത്തുപോയ, ജീവിതം രോഗങ്ങളാൽ പിടിക്കപ്പെട്ട്, ഭൂതത്താൽ പിടിക്കപ്പെട്ട്, ജീവിതത്തിനകത്തൊരു പ്രതീക്ഷയുമില്ലാതെ 5 മണ്ഡപങ്ങൾക്കകത്തും അല്ലെങ്കിൽ ആ കുളത്തിനു ചുറ്റും ഒരു കൂട്ടം തലമുറകൾ വന്നു കിടക്കുകയാണ്. ഒരു കൂട്ടം പേർ വന്നു കിടക്കുകയാണ്. അവരുടെ വിഷയം ഇതത്രയേ ഉള്ളൂ. അവരെ ഏതോ ശക്തികൾ പിടിച്ചു മുറുക്കി, ഏതോ രോഗത്തിൻ്റെ ശക്തികൾ പിടിച്ചു മുറുക്കി, ഏതോ ഞെരുക്കങ്ങൾ പിടിച്ചു മുറുക്കി, ഭാവി എമ്പം അറിയാൻ കഴിയാതെ, നാളെ എമ്പം അറിയാൻ കഴിയാതെ ജീവിതം ഒതുങ്ങിപ്പോയ ഒരു തലമുറ കുളത്തിൻ്റെ കരയിൽ വന്നു ഭംഗിക്കിടക്കുകയാണ്. നീ പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ നാളെ അറിയാൻ കഴിയാതെ, നാളെ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ കഴിയാതെ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഒരുപക്ഷെ രോഗം വന്നതുകൊണ്ട്, ഒരുപക്ഷെ കടം വന്നതുകൊണ്ട്, ഒരുപക്ഷെ വിദ്യാഭ്യാസം തകർന്നതുകൊണ്ട്, ഒരുപക്ഷെ കുടുംബ ജീവിതം തകർന്നതുകൊണ്ട്, ഒരുപക്ഷെ ജീവിതത്തിൽ വന്ന് മറ്റേതെങ്കിലും സാഹചര്യത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പകല് നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അത് മറ്റൊരുവനിലുമല്ല. നമുക്ക് രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം. ഇന്ന് രാത്രി ശബ്ദമുയർത്തി വിളിച്ചു പറ, അത് യേശുവിന്റെ നാമമാണ്. പ്രതീക്ഷയറ്റുപോയവർക്ക്, നാളെയെന്നും അറിയാൻ കഴിയാത്തവർക്ക്, ജീവിതം അടുത്തുപോയവർക്ക്, രോഗത്താൽ പിടിക്കപ്പെട്ടവർക്ക്, ബന്ധനത്താൽ കുരുങ്ങിക്കിടക്കുന്നവർക്ക് ഈ പകൽ നിന്നെ രക്ഷിക്കാൻ ഉലകത്തിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവിൻ്റെ നാമമാണെങ്കിൽ ഈ രാത്രി, ഈ നിമിഷം ഏത് രാജ്യത്തായിരുന്നാലും, ഈ ഹോളിന്റെ ഏത് മൂലയിലിരുന്നാലും, അപ്പാ എന്ന് വിളിച്ചു കഴിഞ്ഞ, യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞ ഈ പകൽ എൻ്റെ ദൈവമിന്റെ അടുക്കലിറങ്ങി വന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില കൂടാരങ്ങൾക്കകത്ത് ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടുക, വരിഞ്ഞു മുറിക്കുക. ചില സാമ്പത്തികത്തിന്റെ കടങ്ങള് ഒതുക്കിക്കളയാമെന്ന് പദ്ധതിയിട്ട സാമ്പത്തിക ഞെരുക്കങ്ങള് ഈ പകൽ എന്റെ ദൈവം പൊളിക്കുകേട്ടോ. വിശ്വസിക്കാമെങ്കിൽ പിടിച്ചോ, വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞു. ഒരു സാമ്പത്തിക ബ്രേക്ക് ത്രൂ, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഈ പകൽ എന്റെ ദൈവം ചെയ്യുക.
വ്യത്യസ്തമായി ദൈവം ചിലത് ചിലർക്ക് വേണ്ടി ചെയ്യുകയാണ്. ഈ പകൽ യേശുവേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞ നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ ദൈവം ചെയ്യും കേട്ടോ. ഈ പകൽക്കാലം വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ രോഗികളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഹാളിനകത്തായിരിക്കുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗസൗഖ്യം വെളിപ്പെടട്ടെ. ഇപ്പോൾ ദൈവിക വിടുതൽ ചലിക്കട്ടെ. ഇപ്പോൾ ദൈവിക സൗഖ്യം ചലിക്കട്ടെ. Right now in the name of Jesus, അതങ്ങനെ സംഭവിക്കട്ടെ. വൈഡാബാല ധൂരബാല ഹർക്കമാന വൈഡാരാധ റീബര വൈഡബരഗബാരി ബര വച്ചബരം ദര വൈഡബരം ദര വൈഡ റീബ അർത്ഥാരാബ. ഓ, കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ഈ പകൽ ആരെയും പ്രീതിപ്പെടുത്താൻ ഇതിനകത്തിരിക്കുന്നത്. വലിയ ആത്മാവിന്റെ ചലനങ്ങൾ സംഭവിക്കുന്നു. വലിയ ദൈവ പ്രവർത്തിയുടെ ചലനങ്ങൾ സംഭവിക്കുന്നു. ഈ പകൽക്കാല നാളുകളായി നിന്നെ വരിഞ്ഞു മുറുക്കുന്ന, നിന്റെ ജീവിതത്തെ കൊണ്ടേ പോകുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില രോഗത്തിന്റെ തായ്വേരുകൾ ആത്മാവ് ഈ പകൽക്കാലം വെട്ടിമാറ്റുകയോ, പിതാക്കന്മാരായി ചുമന്നുകൊണ്ട് നടക്കുന്ന ചില പാരമ്പര്യ രോഗാത്മാക്കള് ഈ പകൽ ആത്മാവ് ക്യാൻസൽ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ നിന്നാണെന്ന് തോന്നുന്നു, അവരെന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പാസ്റ്റർ, എൻ്റെ ഒരു കസിനുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വിളിച്ചേ. ആ കുടുംബത്തിനകത്തുള്ള പ്രത്യേകത, എങ്ങനെയാണോ അപ്പൻ മരിച്ചത് അതേ വയസ്സിൽ അതേ വിഷയം വന്ന്, ഹലോ, എങ്ങനെയാണോ അപ്പൻ മരിച്ചത് അതേ വയസ്സിൽ അതേ സമയത്ത് അതേ വിഷയം വന്ന് അതേ രോഗം വന്ന് മകനും മരിച്ചു. ഹലോ, മകനും മരിച്ചു. ഇന്ന് മകൻ്റെ മകന്, ഹലോ, മൂന്നാമത്തെ തലമുറ മകൻ്റെ മകന് അതേ പ്രായമെത്തിയപ്പോൾ അതേ രോഗം വന്ന് നിൽക്കുക. എന്നോട് ചോദിച്ചു, പാസ്റ്റർ, ഇതിന് കാരണമെന്താണ്? ഇതിന് പിന്നിൽ ചലിക്കുന്നതെന്താണ്? ഞാൻ ആത്മാവിൽ പറഞ്ഞു, ലോകത്ത് ചില പാരമ്പര്യമായ രോഗങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ബോധ്യത്തോടെയാണ് ഞാൻ ഇത് പ്രസംഗിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കുടുംബങ്ങൾക്കകത്ത് ചിലർ മരിക്കുന്നത് പോലെയാ മറ്റുള്ളവരെല്ലാം മരിക്കുന്നത്. ഓ, ഇന്ന വ്യക്തി ഇങ്ങനെ മരിച്ചാൽ മറ്റു വ്യക്തി ഇങ്ങനെ മരിച്ചിരിക്കണം. ഓ, ഒരു തലമുറയുടെ ഭാവി ഇങ്ങനെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ജനറേഷനിൽ വരുന്ന സകലരെയും അങ്ങനെ ഒതുക്കുന്നു. കേട്ടിട്ടുണ്ടോ? ചില ദേശത്തേക്കൊക്കെ പോകുമ്പോൾ അടുത്തിരിക്കുന്ന കുടുംബങ്ങൾ മാറി മാറി മാറി, ഹലോ, മരണങ്ങൾ ഇന്ന രോഗം വന്ന് തകർന്നെങ്കിൽ, ആത്മഹത്യ ചെയ്ത് തകർന്നെങ്കിൽ, അടുത്തിരിക്കുന്ന കുടുംബത്തിലും ചിലത് അതുപോലെ ചില തലമുറകൾ കൂട്ടമായി വീട് വിട്ട്, നാട് വിട്ട്, ദേശം വിട്ട് ഓടിപ്പോകുന്ന അവസ്ഥകൾ. എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ആ ദേശത്തെ അടക്കി പാടുന്ന ചില ഭൂതശക്തികളുണ്ട്, ചില സ്പിരിറ്റുകളുണ്ട്, ചില നെഗറ്റീവ് സ്പിരിറ്റുകളുണ്ട്. അത് ബാധിച്ചു കഴിഞ്ഞ ഫലവിനെ കൊണ്ടുപോകാനാ ലക്ഷ്യം. പക്ഷെ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ കയറി വന്നാൽ, അവൻ കാലെടുത്തു വച്ച ഒരു ഇരുട്ടിന്റെ പദ്ധതികൾക്ക്, ഒരു ലക്ഷ്യോന ശക്തികൾക്ക്, ഒരു ഭൂതത്തിന്റെ ഈ പകൽ ചില കുടുംബങ്ങൾ വിടിവിക്കപ്പെടുക. ഇന്ന് പകൽക്കാല ആരെയോ തകർത്തതുപോലെ തകർക്കാനല്ല, ഈ പകൽ ദൈവം നിന്നെ വിളിക്കുക. ഈ പകൽ കയറി വാ. നിനക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു വിജയമുണ്ട്, നിന്റെ കുടുംബത്തിനകത്തൊരു മാറ്റമുണ്ട്. പിടിക്കാൻ കഴിയുമെങ്കിൽ ഇത് പിടിച്ചോ കേട്ടോ. ആരാധിക്കാൻ കഴിയുമെങ്കിൽ ജയമെടുത്തോ.
ചില രോഗങ്ങളെ ദൈവം നിർത്തൽ ചെയ്യുക. പാരമ്പര്യമായ രോഗങ്ങൾ, പാരമ്പര്യമായി കൈമാറി വരുന്ന ക്ഷാമങ്ങൾ, പാരമ്പര്യമായി കൈമാറി വരുന്ന നെഗറ്റീവുകൾ ഈ പകൽ ആത്മാവിൽ ഞങ്ങൾ ദൈവസഭ ഈ പകൽ ബ്രേക്ക് ചെയ്യുക. ഈ പകൽ ബ്രേക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബൈബിളിന്റെ വ്യവസ്ഥയിൽ ഞാൻ പറയാം, അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം വന്നു. എന്തു വന്നു? ക്ഷാമം വന്നു. അബ്രഹാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ വചനം പറയുന്നു ഇസഹാക്കിന്റെ കാലത്തും ക്ഷാമം വന്നു. ക്ഷാമം വന്നു. ഇസഹാക്കിന്റെ കാലം കൊണ്ട് ക്ഷാമം നിന്നില്ല. അത് നിന്നുപോയില്ല. ഇസഹാക്ക് മിസ്രൈമിലേക്ക് ഓടിയില്ല, സത്യമാണ്. അവൻ ക്ഷാമകാലത്തും വിതയ്ക്കൂ. 60, 30, 100 മേനി അവൻ കൊയ്തു. പക്ഷെ പ്രിയരെ, ക്ഷാമം അവിടെ കൊണ്ട് തീർന്നില്ല. വചനം പറയുന്നു യാക്കോബിന്റെ കാലത്ത് അതേ ക്ഷാമം വന്നു. ഇസഹാക്കോടടുത്ത് യാക്കോബ് 11 മക്കളെയും അല്ല 10 മക്കളെയും ബെന്യാമീനെ കൂടെ നിർത്തിയിരിക്കുക. യോസേഫ് നാട് കടത്തപ്പെട്ടു. യോസേഫ് ഫറവോന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ മിസ്രൈമിന്റെ യാക്കോബ് ക്ഷാമത്തിലായപ്പോ 10 തലമുറയും കാലിച്ചാക്കും കൊടുത്ത് അബ്രഹാം എങ്ങനെയാണോ മിസ്രൈമിലേക്ക് പോയത് അതുപോലെ തലമുറകളെ മിസ്രൈമിലേക്ക് മടക്കി വിടുകയാ. ഈ പകൽ ആത്മാവിൽ തന്റെ ഇടമുണ്ടെങ്കിൽ മാതാപിതാക്കള് പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂത് പിടിച്ചോ. ഇന്നു പകൽ നിന്റെ പിതാക്കന്മാരുടെ മുൻപിൽ വെളിപ്പെട്ട ക്ഷാമത്തെ, രോഗത്തെ, ദാരിദ്ര്യത്തെ, ആ തകർച്ചയെ ഈ പകൽ നിനക്ക് ജയിക്കാൻ കഴിയും. ഈ പകൽക്കാലം വേണമെങ്കിൽ ജയിച്ചു കയറിപ്പോ. വേണമെങ്കിൽ ഈ പകൽക്കാലം ജയിച്ചു കയറിപ്പോ. ഇന്ന് പകൽ ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല, ഇത് ദൈവത്തിന്റെ ആത്മാവിനാ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അടിക്കുമ്പവല്ല സ്വർഗത്തിൽ അടിയപ്പെട്ടിരിക്കുമെന്ന് വചനമയച്ച് ഈ പകൽ ചില തലമുറകളെ ഞങ്ങൾ സ്വതന്ത്രമാക്കുക, ചില കുടുംബങ്ങളെ ഞങ്ങൾ സ്വതന്ത്രമാക്കുക. ചില സ്വബോധത്തെ നഷ്ടപ്പെടുത്തി ഭവനത്തിന്റെ ഉള്ളറയ്ക്കകത്ത് ഒതുക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ദുർഭൂത മണ്ഡലങ്ങളെ ഈ പകൽ ഞങ്ങൾ ജയമെടുത്തു പ്രാർത്ഥിക്കുക. ദൈവസഭ ജയമെടുക്കുക. ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ ദേശത്ത് അലയ്ക്കുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ദുർഭൂത മണ്ഡലത്തെ ആത്മാവിൽ പകൽ വെട്ടിമാറ്റി, ആത്മാവിൽ പകൽ വെട്ടിമാറ്റി. ഈ പകൽ ദൈവിക വിടുതലുകൾ, ദൈവിക സൗഖ്യങ്ങൾ ഈ പകൽ ഇവിടെയാണ്. പാരമ്പര്യത്തിന്റെ താഴ്വേരുകൾ എന്റെ ദൈവ പൊളിക്കുക. തലമുറകളായി കൈമാറി വരുന്ന ചില രോഗത്തിന്റെ കെട്ടുകൾ ആർ യു റെഡി ടു റിസീവ്? ഈ പകൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ സ്വീകരിക്കുക. എന്റെ ഹൃദയത്തിനകത്ത് മനോഹരമായ ഒരു സന്ദേശമുണ്ട്. പക്ഷെ ദൈവാത്മാവ് ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പോവുക. ഇന്നു പകൽ ചിലത് വിടുവിക്കപ്പെടും. നീ തകരാൻ വിളിക്കപ്പെട്ടവനല്ല, നീ ജയാളിയാകാൻ വിളിക്കപ്പെട്ടവരാണ്. നിന്റെ പിതാക്കന്മാർ വഹിച്ചത് വഹിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ.
എപ്പോഴാണ് ആ സ്വാതന്ത്ര്യം നമ്മൾ വെളിപ്പെടുന്നത്? ആ സ്വാതന്ത്ര്യം വെളിപ്പെടുന്നത് അതിൻ്റെ റൂട്ടിനകത്ത് കയറി ആത്മാവിൽ ചിലത് ബ്രേക്ക് ചെയ്യുമ്പോഴാ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് പോരാട്ടമില്ലെന്ന്, നമുക്ക് ഫൈറ്റിംഗ് ഇല്ലെന്ന്. പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പക്ഷെ നമുക്കൊരു പോരാട്ടമുണ്ട്. അത് വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്. ദേശത്തെ അടക്കി വാഴി രോഗികളാക്കി ഒതുക്കുന്ന, ആമെ തലമുറകളെ കെട്ടിയൊതുക്കുന്ന, സാമ്പത്തികമായി ഞെരുക്കി തീർത്ത് കളയുന്ന ദൈവിക പദ്ധതിക്കകത്ത് കയറി വരാൻ കഴിയാതെ ചിലവിനെ ഒതുക്കുന്ന ചില ദുരാത്മമണ്ഡലങ്ങളോട് ഈ പകൽക്കാല ദൈവസഭയ്ക്ക് പോരാട്ടമുണ്ട്. വിടുതലേറ്റെടുത്ത് പ്രാർത്ഥിക്കുക, വിടുതലേറ്റെടുത്ത് ആരാധിക്കുക. ഒരു പ്രവാചകന്റെ കരം തൊടുണ്ട, ഇതിനകത്തൊരു കരം ചലിക്കുന്നുണ്ട്. എത്ര വർഷം പഴക്കമുള്ളതാണേലും ഈ പകൽ അത് പൊളിക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൻറ്റിയുമായി എൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് കാറിൽ കയറി വരുമ്പോൾ നമ്മുടെ മറ്റു സഭയിൽ, അന്ത്യർക്കോടത്തുള്ള സഭയിലുള്ളതാ. ആ വ്യക്തി എന്നോട് വന്ന് പറയുക, ഭാര്യ പറയുക, പാസ്റ്റേ, ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം മദ്യത്തിന് അടിമയായി തകർന്നുപോയി. ഞാൻ ഈ മനുഷ്യന്റെ മാനസാന്തരത്തിനു വേണ്ടി കൊണ്ടുപോകാത്ത ഡി അഡിക്ഷൻ സെന്ററുകളില്ല. ഹലോ 40-ഉം 30-ഉം ഒക്കെ കഴിഞ്ഞു വരുമ്പോ പണ്ട് നമ്മൾ പറയുന്നത് പോലെ ശങ്കരൻ പിന്നെ തെങ്ങിലെന്ന് പറയും പോലെ പുള്ളിക്കാരൻ പിന്നെയും എന്നോട് പറയുക, പാസ്റ്റർ, പണ്ട് ഒരു ദിവസം 1000 രൂപ ഉണ്ടെങ്കിൽ, ജോലി ഉണ്ടോ ഇല്ലയോ, 1000 രൂപ ഉണ്ടെങ്കിൽ, എന്നിട്ട് ചിരിച്ചോണ്ട് എന്നോട് പറയുക, പാസ്റ്ററെ, ഒരു പാസ്റ്റർമാരേലും ഒതുങ്ങിയില്ല. ഒരു പാസ്റ്റർമാരേലും ഒതുങ്ങിയില്ല. പക്ഷേ നമ്മുടെ ആലയത്തിൽ വന്നപ്പം ഒതുങ്ങി. എൻ്റെ അടുത്ത് പറയുക, ഇപ്പം പ്രശ്നം തീർക്കാനൊക്കെ എന്നെയാ, കുടുംബക്കാരല്ല എന്നെയാ വിളിക്കുന്നേ. അതുകൊണ്ട് പാസ്റ്റർ സമയമൊന്നും അങ്ങ് ഇല്ല. അടുത്ത് ചിരിച്ചോണ്ട് പറയുക, പാസ്റ്ററെ, അതിൻ്റെ പേര് കേൾക്കുമ്പോഴേ എനിക്കിപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരും എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുമെന്ന്. മദ്യമെന്ന് കേൾക്കുമ്പോഴേ, കൂട്ടുകാർ വിളിക്കുമ്പോഴേ, താനൊരു കോൺട്രാക്ടറാണ്, മറ്റ് കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം വന്ന് വിളിക്കുമ്പോഴേ അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന്, ഇറങ്ങി പോകാൻ തോന്നുമെന്ന്. നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? ഇതൊക്കെ മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്പിരിറ്റാണ്, പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അശുദ്ധാത്മാവിന്റെ വ്യാപാരമാണ്. അതെവിടെ വെട്ടാൻ കഴിയും? അത് ബെഥസ്തയിൽ സൗഖ്യമുണ്ട്. അതെവിടെയാ സൗഖ്യം? അത് ആലയത്തിനകത്ത് വിടുതലുണ്ട്. ഈ പകൽ നീ ആരാധിച്ച് എത്ര തീവ്രമേറിയ വിഷയം. എവിടെ സൗഖ്യമുണ്ട്? ബെഥസ്തയിൽ സൗഖ്യമുണ്ട്. ഞാൻ ഇന്ന് പകലാത്മാവിൽ പ്രവചിക്കുക, ഒരു വ്യക്തിക്കും കൈകാര്യം ചെയ്യാത്തത് ദൈവസഭ കൈകാര്യം ചെയ്യാൻ പോവാ.
ഓ ശബരതല ഒരു വൈദ്യനും കൊടുക്കാത്ത സൗഖ്യം, കഴിയാത്ത സൗഖ്യം ദൈവസഭ ദൈവാത്മാവിൽ ചിലതിനെ സ്വതന്ത്രമാക്കാൻ പോവുക. ആ സീസണുകൾ ദൈവം തുറമിടാൻ പോകുകട്ടോ, തുറമിടാൻ പോകുക. ഈ ആലയത്തിന്റെ പടികൾ ചവിട്ടുന്നതിന് മുമ്പ് ഭൂതങ്ങൾ അലറിപ്പോകുന്ന, രോഗികൾ സൗഖ്യമാകുന്ന വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് വായ്കളെ തുറമ സഖിയോടൊന്ന് ആരാപിച്ചു തുടങ്ങിയാട്ട്. ഓ ശരബാല വൈരബാന ശരാബലാഖമാന ആരബലഘടക റിഖാമനദരഘടക ധാരകൽഖമ. പ്രിയരെ, ബെഥസ്തയിൽ ഇറങ്ങിയാൽ, ആ കുളത്തിൽ ഇറങ്ങിയാൽ സൗഖ്യമുണ്ട്. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. അതിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് വേറെ രീതിക്ക് കൊണ്ടുപോയി. വചനം പറയുന്നു, അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കിക്കഴിഞ്ഞാൽ, കുളത്തിനകത്ത് വെള്ളം കലങ്ങി എന്ന് കണ്ടാൽ ആദ്യം ഇറങ്ങുന്നവർക്ക് സൗഖ്യ. ആ പദം ഇങ്ങനെ ഒന്ന് പറയാമോ? കണ്ടോ, അതാത് സമയത്ത്. എന്ത് അതാത് സമയത്ത്? പഴയ നിയമത്തിലൊരു പ്രവചന പുസ്തകത്തിനകത്ത് ഇങ്ങനെയുണ്ട്, അതാത് സമയത്ത് അവർക്ക് വേണ്ടുന്നത്. അതാത് സമയത്ത് അവർക്ക് വേണ്ടുന്നത് ദൈവം കൊടുത്തു. പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി ഒരു സമയം വച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു സമയം വച്ചിട്ടുണ്ട്. നീ കരയാനൊരു സമയമുണ്ടെങ്കിൽ കരഞ്ഞ നീ ചിരിക്കാനും ഒരു സമയമുണ്ട്. വേദനിക്കാനൊരു സമയമുണ്ടെങ്കിൽ സന്തോഷിക്കാനൊരു സമയമുണ്ട്. ഈ പകൽക്കാലം ആത്മാവിൽ പറ, ഇന്നലെ അനുഭവിച്ച വേദനകൾ മാറും. എന്റെ ദൈവം എടുക്കി വച്ചൊരു സമയമുണ്ട്, അന്ന് ഞാൻ പുറത്തു വരൂ. കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, നിനക്ക് ദൈവം ഒരു സമയം വച്ചിട്ടുണ്ട്. ആ റൈക്കാമാനതര വചനം പറയുന്നു, അതാത് സമയം. ഏത് സമയം? അതാത് സമയം. സഭാപ്രസംഗിയിൽ പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഈ പകൽക്കാലം നിന്ന അനുഭവിച്ച കാലത്തിനകത്താണോ ഈ ദൂതിരുന്ന് കേൾക്കുന്നേ? എന്നും നിന്നയല്ല, എന്നും തകർച്ചയല്ല, എന്നും വേദനയല്ല, എന്നും ജീവിതം തീർന്നുപോയ സാഹചര്യങ്ങളല്ല. അവിടെ ഒന്നൊരു സമയം എൻ്റെ കർത്താവ് വച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ പുറത്തു വരും. ആ സമയത്ത് ആരുടെയും സഹായം വേണ്ട, ആരും നിന്നെ സഹായിക്കാനില്ലേലും തക്ക സമയത്ത് എന്റെ ദൈവം നിന്നെ ഉയർത്തും. അമ്മേ, ഹല്ലേലൂയ. നമുക്കറിയാം ദൈവം ഒരു സമയം നമുക്ക് വച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ദൈവം വച്ച സമയം നിനക്കറിയാൻ കഴിയുമോ? ദൈവം വച്ച സമയം നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ? അവിടെയാണ് നമ്മുടെ അനുഗ്രഹങ്ങളും വിടുതലുകളും വെളിപ്പെടുന്നത്. നിങ്ങൾ പിണങ്ങരുത് പ്രിയരെ. നമ്മൾ ചിന്തിക്കുന്ന സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയം നമുക്കറിയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ്റെ ജ്ഞാനം ഗ്രഹിപ്പിക്കുന്നവൻ ആർ? അങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനം അറിയാമെങ്കിൽ അവനെ ഞാൻ മന്ത്രി. ഇന്ന് പകലിൽ ദൈവം നമുക്ക് ഒരു സമയം വച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ എൻ്റെ ചോദ്യം, ദൈവം വച്ച സമയം നമുക്കറിയാമോ? ഇല്ല. ദൈവം വച്ച സമയം നമുക്കറിയില്ല.
നമ്മൾ കണക്കൂട്ടി വച്ച സമയത്തിൽ ദൈവത്തെ കൊണ്ടുവരാനാ നമ്മൾ പദ്ധതിയിടുന്നേ. നടക്കില്ല പ്രിയരെ. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ പരാജയമായി പോകും. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഒരു എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക് ഹൃദയത്തെ തുറന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ നിന്റെ മുൻപിൽ വെളിപ്പെടുന്ന സമയം അത് നിനക്കറിയില്ല. അവിടെയാണ് വിഷയം. പുതുനിയമസഭയിലെ അൾട്ടിമേറ്റ് വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത വാഗ്ദത്തം. നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾ രണ്ട് ടൈപ്പാണ്. ഒന്ന് മാറുന്ന വാഗ്ദത്തം. ഞാൻ ചുമ്മാ പറയുന്നതല്ല, പൗലൂസിന്റെ ഭാഷയിൽ പറയുന്നതാ. വചനം പഠിക്കണം. ഒന്ന് മാറുന്ന വാഗ്ദത്തം, രണ്ട് മാറാത്ത വാഗ്ദത്തം. മാറുന്ന വാഗ്ദത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ വന്ന് തലയെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്നടത്ത് നിന്നെ അയക്കാമെന്ന് പറഞ്ഞത് നീ നേരെ അല്ലെങ്കിൽ നീ നേരെ അല്ലെങ്കിൽ മാറും. നിനക്ക് ഇന്ന രീതിയിൽ ഉയർച്ച തരുമെന്ന് പറഞ്ഞിട്ടും ഒരു ഉയർച്ചയും കാണുന്നില്ലെങ്കിൽ ഇന്നു പകൽ അതെല്ലാം മാറുന്ന വാഗ്ദത്തങ്ങളാണ്. അത് ദൈവം മാറ്റമുള്ളവനായതുകൊണ്ടല്ല, നമ്മൾ ദൈവിക പദ്ധതിക്കകത്തില്ലാത്തത് കൊണ്ടാണ് വാഗ്ദത്തങ്ങൾ പലതും മാറുന്നത്, വാഗ്ദത്തങ്ങൾ പലതും പെൻഡിങ് ആകുന്നത്. നമ്മൾ ദൈവിക വഴിയിലില്ല. നമ്മുടെ വഴിയിൽ ദൈവത്തെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ദൈവം വച്ച വാഗ്ദത്തത്തെ ദൈവം അങ്ങ് തട്ടി മാറ്റും. പ്രിയരെ, ഈ ലോകത്ത് കേട്ട, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൗകികമായ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള സകല അനുഗ്രഹങ്ങളും മാറുന്നതാണ്. പിന്നെ ഇന്ന ഈ രാജ്യത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതും പിന്നെ ഇന്നടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞതും ഇതെല്ലാം മാറാൻ സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ട്? നമ്മൾ ദൈവിക പദ്ധതിയിലില്ലെങ്കിൽ മാറുന്നതാണ്. പക്ഷെ മാറാത്ത ഒരേ ഒരു വാഗ്ദത്തമേ പുതുനിയമ സഭയിൽ പൗലൂസ് പറയുന്നുള്ളൂ. വചനം പറയുന്നു, വരേണ്ടവൻ വരും, അവൻ താമസിക്കയില്ല. നിന്റെ സമയത്തല്ല അവൻ വരുന്നത്, അവൻ തക്ക സമയത്ത് വെളിപ്പെടും. ഇനി ഭൂമി കാണാൻ പോകുന്ന ഒരേ ഒരു മാറാത്ത വാഗ്ദത്തമേ ഉള്ളൂ. അത് കർത്താവ് താൻ ഗംഭീരമാവത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് വിണ്ണിലെ കാഹളത്തോടും കൂടെ എന്റെ ദൈവം ഇറങ്ങി വരുന്നത്. അത് മാറ്റമില്ലാത്തത്. അതാര് പ്രസംഗിച്ചാലും ഇല്ലേലും, ആരുയർത്തിയാലും ഇല്ലേലും, ആരനുഷ്ഠിച്ചാലും ഇല്ലേലും അത് മാറ്റമില്ലാത്തതാണ്. ആമേൻ. സബിംബാസ് പ്രസംഗിച്ചാലും ഇല്ലേലും, സുവിശേഷ വേദികളിൽ കർത്താവിൻ്റെ മടങ്ങി വരവ് പ്രസംഗിച്ചാലും ഇല്ലേലും അത് സംഭവിക്കും കേട്ടോ. അതിന് മാറ്റമില്ല. അതാണ് മാറാമത്തെ വാഗ്ദത്തം. ബാക്കിയുള്ളവെല്ലാം മാറും. നമ്മളും ദൈവവുമായുള്ള ബന്ധമനുസരിച്ചിരിക്കും മറ്റുള്ള വാഗ്ദത്തങ്ങൾ. പക്ഷെ ഈ വാഗ്ദത്തം മാറില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ കർത്താവ് എങ്ങനെ വരും? കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞതിന് അർത്ഥം എന്തെന്നറിയാമോ? നീ ഒരുങ്ങിയാലും ഇല്ലേലും നിന്റെ സമയത്തല്ല, നീ മിനക്കാത്ത സമയത്ത് എന്റെ ദൈവ വാഗ്ദത്തം നിവർത്തിച്ച് തന്നെ കാത്തിരിക്കുന്ന വൃതന്മാരുമോ മധ്യവാനത്തിലേക്ക് പറന്നുയരുമെങ്കിൽ ഈ പകൽ തന്റെ ഇടമുണ്ടോ? ദൈവസഭയെ അതിലൊന്നായി നീ കാണുമെന്ന് പറയാ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ മാറാത്ത വാഗ്ദത്തത്തിൽ ദൈവം എങ്ങനെ വരുമെന്നാ പറഞ്ഞേ? കള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവം വരുന്ന സമയം സബിംബാസുക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ലോകത്തുള്ള ഒരു വ്യക്തിക്കും അറിയില്ല. അവൻ കള്ളനെ പോലെയാ
വരുന്നത് എന്ന് പറഞ്ഞാൽ കള്ളൻ ഒരിക്കലും നേരത്തെ വിളിച്ചറിയിച്ചിട്ടല്ല കടന്നു വരുന്നത്, രഹസ്യത്തിൽ വരും, ആരും നനയ്ക്കാത്ത സമയത്ത് വരും. അതുപോലെയാ പ്രിയരെ, ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നവർ കേവലം ചെവിക്കകത്തുകൊണ്ട് കേട്ട് ഇപ്പുറത്തെ ചെവിയിലൂടെ കളയരുത്. ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കോണ്, ഒരേ ഒരു ആയുസ്സേ ഉള്ളൂ, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അവിടെ ദൈവവചനം പറയുന്നത്, അവൻ നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തവുമായി ഇറങ്ങി വരുമവ, നിന്റെ ജീവിതത്തിൽ എൻകൗണ്ടറുമായി ഇറങ്ങി വരുമവ. എങ്ങനെയാ വരുമവ? അവൻ കള്ളനെ പോലെ വരും. അവന്റെ സമയം നിനക്കറിയാൻ കഴിയില്ല, നിന്റെ വിടുതലിന്റെ സമയം നിനക്കറിയാൻ കഴിയില്ല. അവന്റെ ദൈവത്തിന് രഹസ്യമാണ്. വല്ലോ മനസ്സിലായോ? ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ? കരഞ്ഞു നിലവിളിക്കുന്നില്ലേ? മുഴങ്കാലിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്നില്ലേ? നിന്റെ സമയം ദൈവം മുൻകൂട്ടി അറിയിച്ചിട്ടല്ല വരുന്നേ. അവൻ രഹസ്യത്തിൽ വരും, അവന്റെ സമയമാകുമ്പോൾ വരും. പക്ഷെ ആ സമയത്ത് അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, നീ അവന്റെ അടുക്കൽ അവൈലബിൾ ആകണം. ആമേൻ, ആമേൻ. എന്താകണം? അവൈലബിൾ ആകണം. ദൈവം വരുന്ന സമയത്ത്, ദൈവം നമ്മെ വിടുവിക്കാൻ വരുന്ന സമയത്ത്, നമ്മൾ ദൈവകൃപയിൽ നിന്ന് പുറകോട്ടാണെങ്കിൽ, നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ടാണെങ്കിൽ, നമ്മുടെ വീട്ടിനകത്ത് ആരാധനയില്ലെങ്കിൽ, നമ്മൾ വചനം ധ്യാനിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ദൈവത്തെ പാടുന്നില്ലെങ്കിൽ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ഞായറാഴ്ച വിശ്വാസിയായി ഒതുങ്ങുന്നെങ്കിൽ, ഇന്ന് പകൽ എൻ്റെ ചോദ്യം, അതാത് സമയത്ത് ദൈവം നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ചെയ്തു തരാൻ അവൻ വരുമ്പോ അവന് നീ അവൈലബിൾ അല്ലെങ്കിൽ, സ്നേഹിതാ, ഹല്ലേലൂയ. എത്രയോ ശക്തന്മാർ, എത്രയോ കുടുംബങ്ങൾ കൂടെ ആരാധിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. എത്രയോ തലമുറകൾ കൂടെ ആരാധിച്ചവരെല്ലാം വിടുവിക്കപ്പെട്ടു. ഇന്നും തകർച്ചയിലാണോ? ഇന്നും ആരുടെയെങ്കിലും ജീവിതത്തിന്റെ മുൻപിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ ജീവിക്കുന്നത്? ഈ പകൽക്കാലം നമ്മുടെ അതിരുകളെ ദൈവം പൊളിക്കാൻ ഇറങ്ങി വരാഞ്ഞിട്ടല്ല. പലരുടെയും ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന സമയങ്ങൾ കഴിഞ്ഞു. ദൈവം ഇറങ്ങി വന്ന സമയങ്ങൾ കഴിഞ്ഞു. ദൈവത്തിന്റെ വിസിറ്റേഷന്റെ സമയങ്ങൾ കഴിഞ്ഞു. ഇന്നും കാത്തിരിക്കുകയാണ്, ഇന്നും കാത്തിരിക്കുക. എൻ്റെ ദൈവം വരുമായിരിക്കും. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വച്ചിരുന്ന സമയങ്ങൾ കഴിഞ്ഞു. നിന്റെ കുടുംബത്തെ ഉദ്ധരിക്കാൻ വച്ചിരുന്ന സമയങ്ങൾ കഴിഞ്ഞു. ദൈവം ഇറങ്ങി വന്നപ്പോൾ നീ അവൈലബിൾ അല്ലായിരുന്നു. ദൈവം ഇറങ്ങി വന്നപ്പോ നീ ദൈവകൃപയിലില്ലായിരുന്നു. ദൈവം ഇറങ്ങി വന്നപ്പോ നീ കൂട്ടുകാരുമാ ദൈവത്തെ മറന്ന് ജീവിക്കുകയായിരുന്നു. ലൈവാണ് എങ്കിലും സങ്കടത്തോടെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് പകൽ ആദ്യത്തെ ചർച്ചിലെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവം അവരോട് ഇടപെട്ടു. അവരോരോന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം പൊടിഞ്ഞുപോയി. എൻ്റെ ഹൃദയം പൊടിഞ്ഞുപോയി. ഒരു കാലഘട്ടത്ത് അവരെങ്ങനെ നിന്നവരാ, എങ്ങനെ ദൈവം ഉപയോഗിച്ചവരാ. പ്രിയരെ, ഇന്ന് ആ ദേശത്ത് കാലെടുത്ത് വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ കുടുംബം ചിതലമായി. സ്നേഹത്തോടെ ഞാൻ പറയാം, 80, 70 ഏറെയായാൽ 80, ഇതിനകത്ത് ദൈവം വരുന്ന സമയം, ദൈവം നിന്റെ ചരിത്രത്തെ തിരിക്കുന്ന സമയം, നീ അവൈലബിൾ അല്ലെങ്കിൽ സ്നേഹിത, ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം വെളിപ്പെട്ടപ്പോ യോസേഫ് ദൈവകൃപയിലില്ലായിരുന്നെങ്കിൽ, എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യോസേഫ് ദൈവകൃപയിലില്ലായിരുന്നെങ്കിൽ അവന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമായിരുന്നു? അതേ ജയിലറക്കകത്ത് തടവ് പുള്ളിയായി ജീവിതം തീർന്നു പോയേനെ. പക്ഷെ വചനം പറയുന്നു, ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജയിലറയിൽ നിന്ന് രാജകൊട്ടാരത്തിലെത്തിച്ചു. ഇപ്പകൽ ഈ സന്ദേശം നിസ്സാരമെന്ന് കരുതരുത്. ഹൃദയത്തെ തൊട്ട് ഞാൻ പ്രസംഗിക്കുക.
ദാവീദ് വനാന്തരത്തിലായിരുന്നു. അവൻ പാടി, അവൻ ആരാധിച്ചു, അവൻ കാത്തിരുന്നു. എന്റെ ദൈവം എന്നെ ചേർത്തുകൊള്ളുന്നൊരു സമയമുണ്ട്. ഹലോ, ഏലാ താഴ്വരയിൽ ദാവീദ് വരേണ്ട സമയത്ത് അവൻ ദൈവകൃപയില്ലാതെ കാട്ടിനകത്തായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാല ആത്മാവിൽ ഞാൻ പറയട്ടെ, അവന്റെ ആയുഷ്കാലം മുഴുവൻ അവൻ കാട്ടിലൊതുങ്ങിയത്. ഇശായിയുടെ ഭവനത്തിൽ ശമൂവേൽ തൈലക്കൊമ്പുമായി വരുമ്പോൾ ദാവീദിനെ തിരക്കിയെത്തിയപ്പോൾ അവൻ ദൈവകൃപയിലില്ലായിരുന്നെങ്കിൽ ദൈവം പറയുമായിരുന്നു, ഇശായിയുടെ കൂടാരത്തിനകത്ത് ഞാൻ ഒരു രാജാവിനെ കണ്ടെന്ന്. ഇന്ന് പകൽ നീ കേട്ട വാഗ്ദത്തം വലുതല്ലേ? നിന്റെ അമ്മയുടെ ഉദരത്തിൽ വച്ച് പ്രവാചകന്മാർ പറഞ്ഞ ദൈവ ശബ്ദം വലുതല്ലേ? നാളുകൾ ഇത്രയായില്ലേ, ആയുസ് ഇത്രയായില്ലേ? നിന്നെക്കാൾ ശക്തന്മാർ ഈ പട്ടണത്തിനകത്ത് എഴുന്നേൽക്കുമ്പോ ഇന്നും നീ കാത്തിരിക്കുക. കർത്താവേ, നീ വന്നില്ലല്ലോ. പ്രിയരേ, സ്നേഹിത, ദൈവം വന്ന സമയങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. ദൈവം എത്രയോ സമയങ്ങൾ നീ പോലും അറിയാതെ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നു. ശമൂവേലിന്റെ അടുക്കൽ ഇറങ്ങി വന്നപ്പോ ശമൂവേലിന് മനസ്സിലായില്ല എന്റെ ചരിത്രത്തെ മാറ്റുന്ന ദൈവത്തിന്റെ ഇടപെടലാണെന്ന്. ഏലി പറഞ്ഞു കൊടുത്തു, ഇത് നിന്റെ ചരിത്രം തിരിയുന്ന ഇടപെടലാ. അടുത്ത് ഈ ശബ്ദം കേട്ടാൽ, എങ്ങനെ അടുത്ത് ഈ ശബ്ദം ഇനി കേൾക്കുമോ എന്നറിയില്ല. കേട്ടാൽ നിന്റെ ഭാഗ്യ, കേട്ടാൽ നീ പറഞ്ഞോണം, അടിയനോട് സംസാരിക്കണേന്ന്. ദൈവം വെട്ടിവച്ച വാതിലുകൾ, ദൈവം തുറന്നിട്ട വഴികൾ നിന്റെ മുൻപിൽ എത്രയോ അടഞ്ഞു. ദൈവം പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ കുഞ്ഞെ? ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഈ ആയുസ് ഇങ്ങനെ ജീവിച്ചു തീർക്കാനുള്ളതല്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. ഈ പകൽ അവൻ കടിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ഈ പകൽ മടങ്ങി പോ. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറഞ്ഞു, ബാബേലിൽ പ്രവാസികളായി പോയവർ ഒരിക്കൽ പാടി, അവിടെ കിന്നരങ്ങളെ അലരിവിഷത്തിൽ തൂക്കിയിട്ടവർ പറഞ്ഞു, എങ്ങനെ ഞാൻ ഈ പ്രവാസത്തിലിരുന്ന് സിയോന്റെ ഗാനം പാടും. ഈ പകൽ സിയോന്റെ ഗാനം പാടാനാ വിളിച്ചത്. ഓരോ പകലും അത്ഭുതത്തിൽ ജീവിക്കാനാ വിളിച്ചത്. പക്ഷെ ഇന്ന് പ്രവാസമാണോ? അത് ദൈവം നിനക്ക് വച്ചതല്ല കുഞ്ഞ്. നീ കാരണം ചുമക്കേണ്ടി വന്നതാ. നിന്റെ പിതാക്കന്മാർക്ക് പോയേണ്ടി വന്നതാ. വേഗം തീരുമല്ലോ കേട്ടോ. ഈ ശക്തിയും ഈ ബുദ്ധിയും ഈ ബലവും ഈ ആയുസ്സും നമ്മൾ ചിന്തിക്കും, ഇന്ന സമയമാകുമ്പോൾ ഇത്ര എത്തും, ഇന്ന പ്രായമാകുമ്പോൾ എനിക്ക് ഇന്നത് നേടാൻ കഴിയും, ഇന്ന സമയമാകുമ്പോൾ ഇന്നതെത്തും, ഇന്ന സമയമാകുമ്പോൾ ഞാൻ ഇന്നതെത്തും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാം, ചീട്ടുകൊട്ടാരം പോലെ നീ എത്ര പ്ലാനുകൾ ഒരുക്കി വെച്ചാലും ജീവിതത്തിന്റെ അനുഭവത്തൊന്ന് പച്ചയായ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ആ ചീട്ടുകൊട്ടാരം പോലെ നിന്റെ പദ്ധതികളെല്ലാം തകർന്നു വീഴും, എല്ലാം ഉടയും. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ജീവിതം തീർന്നു പോയല്ലോ കർത്താവേ എന്ന് പറഞ്ഞു കരയുമവനേക്കാ ഈ പകൽ നിന്റെ ഇഷ്ടങ്ങള് ദൈവത്തിന്റെ മുൻപാകെ വച്ചിട്ട് പറ, അപ്പാ നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ.
എനിക്ക് വേണ്ടി ഒരുക്കിയ ആ സമയം, നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സമയം, എനിക്ക് വേണ്ടി മാത്രം വെട്ടിയ ആ വഴി, ആ വഴിയിൽ ഞാൻ തന്നെ പോകാൻ കർത്താവേ കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനോട് ഞാൻ സംസാരിക്കുമ്പോൾ, റാന്നിയിലുള്ളതാ, എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ദൈവദാസനെ, ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ദൈവം ഇപ്പോഴും വെയിറ്റ് ചെയ്യുക, മടങ്ങി വാ. എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാ, പാസ്റ്റേ നിങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ശുശ്രൂഷകളുണ്ട്, നിങ്ങൾക്ക് സഭയല്ല സഭകളുണ്ട്, നിങ്ങൾക്ക് വറിയാനൊന്നുമില്ല, പക്ഷെ എൻ്റെ മുമ്പിൽ എല്ലാം ശൂന്യമാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്നേഹിത, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ ചെയ്താൽ അത് പകരക്കാരനാകില്ല. അപ്പോൾ ആ മനുഷ്യൻ ഹൃദയം പൊടിഞ്ഞായിരിക്കാം. എന്നോട് പറഞ്ഞ മറുപടി, ഈ സന്ദേശം എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് വേഗത്തിൽ എന്നെ ചിന്തിപ്പിച്ചു. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി കേൾക്കണോ പാസ്റ്ററെ? അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. അടുത്ത് പറഞ്ഞൊരു മറുപടി എന്നെ ചിന്തിപ്പിച്ചേ. ഞാൻ പോകേണ്ട വഴിയിൽ എൻ്റെ ദൈവം വേറെ ആരോക്കെ ആക്കി കഴിഞ്ഞു. ഇന്ന് പകൽ സ്നേഹിത, കുടുംബമേ, നിനക്ക് വേണ്ടി ദൈവം വെട്ടിയ വാതിൽ, തുറന്നിട്ട വഴികൾ, ഇന്ന് പകൽ നീ അനുഭവിക്കേണ്ട ദൈവിക കരുതലുകൾ, നീ അനുഭവിക്കേണ്ട ദൈവിക നന്മകൾ, ദൈവം നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വന്നപ്പോ നീ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നീ പകരക്കാരനെ തേടിയാണോ നടക്കുന്നേ? ഞാൻ പോയില്ലേലും ദൈവം വേറെ ആരെങ്കിലും ഒക്കെ കേറ്റുമെന്ന് കരുതിയാ നടക്കുന്നേ. ആർക്കാ നഷ്ടം? നിനക്കാ നഷ്ടം, നിനക്കാ നഷ്ടം. പലരുടെയും ജീവിതം പരാജയമായതിന് കാരണം എന്തെന്നറിയണോ? പലരും ശുശ്രൂഷ പാതി വഴിയിൽ ഉപേക്ഷിച്ചതിന് കാരണമെന്നും അറിയാമോ? ഭയത്തോടെ സന്ദേശം പ്രസംഗിക്കുമേ പലരും ദൈവത്തെ തള്ളിപ്പറയുന്നതിന് കാരണമെന്നും അറിയാമോ? അത് ദൈവത്തിന്റെ കുറ്റമല്ല. ദൈവം ഇറങ്ങി വന്ന സമയത്ത് അവർ അവൈലബിൾ അല്ലായിരുന്നു. വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് സദാകാലം മനുഷ്യരോട് വാദിക്കില്ല. ദൈവം ഇറങ്ങി വരുന്ന സമയത്ത് നീ അവൈലബിൾ അല്ലെങ്കിൽ ആർക്കാ നഷ്ടം? സബിംബാസ് അവൈലബിൾ അല്ലെങ്കിൽ ആർക്കാ നഷ്ടം? എന്റെ മുൻപിൽ വച്ച വലിയ ശുശ്രൂഷ അവൻ വേറെ ആർക്കെങ്കിലും കൈമാറും. ആർക്കാ നഷ്ടം? ഞാൻ തകർന്നു പോകും. ആഗ്രഹിച്ച സ്വപ്നങ്ങളുമായി ജീവിതം ഒരു പരാജയമെന്ന് വരും. ജീവിതം തീർന്നു പോകേണ്ടി വരും. ഈ പകൽ കരമുയർത്തി ഒന്ന് പറ, കർത്താവേ, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പറ, കർത്താവേ, നീ വച്ച സമയത്ത് കണ്ണുനീരോടൊന്ന് പറ, കർത്താവേ, നീ വരുന്ന സമയത്ത് നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ വിനയാത്രത്തിൽ അങ്ങയുടെ ഹിതത്തിനകത്ത് നിൽക്കാം. അങ്ങയുടെ ഹിതം വിട്ടുപോകാതെ അങ്ങേ കാത്തിരിക്കാം. എനിക്കൊന്ന് കൃപ തരണമേ എന്നൊന്ന് പ്രാർത്ഥന. ഈ ജനത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക.
അവിടെ കരത്തിൽ അങ്ങ് പിടിക്കണമേ. ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ കഴിയാത്ത ആത്മാവാകുന്ന വഴികാട്ടിയേ, ഞങ്ങളെ വഴി നടത്തണേ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. സ്വർഗം അങ്ങനെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വർഗം അങ്ങനെ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ഒരേ ഒരു ആയുസ്, ഒരേ ഒരു ആയുസ്. വചനം പറയുന്നു, ശിംശോന് ദൈവം 2 സമയം കൊടുത്തു. പക്ഷെ യൂദയ്ക്ക് രണ്ടാമതൊരു സമയം കൊടുത്തില്ല. പത്രോസിനെ മടങ്ങി വരാൻ 2 സമയം കൊടുത്തു. അടുത്തിരുന്നവർക്ക് കിട്ടിയ ആ സെക്കൻഡ് ചാൻസ് നമ്മളിൽ പലർക്കും കിട്ടണമെന്നില്ല. നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം, കൂടെ കളിച്ചവരായിരിക്കാം, കൂടെ ഒരുമിച്ച് ഉപജീവന മേഖല ചെയ്തവരായിരിക്കാം. അവർക്ക് ലഭിച്ച സെക്കൻഡ് ചാൻസ് നമുക്ക് ലഭിക്കണമെന്നില്ല. ഈ പകൽക്കാലം ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ ദൈവം വച്ച ചാൻസിനകത്ത് കയറി നിന്നാൽ നീ പരാജയപ്പെടില്ല. നിന്റെ കുടുംബം പരാജയപ്പെടില്ല. നീ ദേശത്ത് ഒരു നാട്ടവിശേഷമായി മാറില്ല. ഈ പകൽ ഞാൻ കൊതിക്കുന്നു, ദൈവം വച്ച സമയത്ത്, ദൈവം വച്ച വാതിലുകൾ വഴികളിലൂടെ സഞ്ചരിക്കുന്നൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. കരമുയർത്തി ഒന്ന് നന്നായി ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ പകൽ ഈ സന്ദേശം പ്രസംഗിക്കുവോ എന്നോടും ദൈവം ഇടപെട്ടുകൊണ്ടാ ഞാൻ ഈ ദൂത് കൈമാറുന്നേ. Maybe we don't have any another chance. We don't have maybe any another chance. ഇന്ന് രാത്രി കിട്ടിയ അവസരം പാഴാക്കാതെ, കിട്ടിയ അവസരം പാഴാക്കാതെ ദൈവം വിളിച്ച വിളിക്കകത്ത് ചലിക്കാം. ദൈവം വിളിച്ച വിളിക്കകത്ത് കളിക്കാം. ഇന്ന് പകൽ നീ അവൈലബിൾ ആണെങ്കിൽ ഈ പകൽ അത്ഭുതം നിന്നെ തേടി വരും. ഇങ്ങനെ പറയട്ടെ, വേഗത്തിൽ പോട്ടെ. അവിടെ അതാത് സമയത്ത് കുളം ദൂതൻ ആ കുളം കലങ്ങുമ്പോൾ ആദ്യം ആരിറങ്ങുന്നോ അവർ സൗഖ്യമാകും. പ്രിയരെ, നിനക്ക് വിടുതൽ വേണോ? അടുത്തിരിക്കുന്നവരെ നോക്കരുത്. നിനക്ക് രക്ഷപ്പെടണോ? അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ചിലർ ആത്മീക ജീവിതം നിശ്ചയിക്കുന്നത് അപ്പനെ നോക്കിയ, ചിലർ ആത്മീയ ജീവിതം നിശ്ചയിക്കുന്നത് അമ്മ നോക്കിയ, അമ്മയുടെ വാക്ക് കേട്ട. ചിലർ ആത്മീയ ജീവിതം നിശ്ചയിക്കുന്നത് പാസ്റ്റർ എന്ത് പറയുന്നു എന്ന് കേട്ട. ചിലർ ആത്മീയ ജീവിതം നിശ്ചയിക്കുന്നത് നാക്കിന് എല്ലില്ലാത്ത അമ്മാമ്മമാര് പറയുന്നത് കേട്ട. അവരെന്തു പറയുന്നു? ഹലോ, ഇവിടെ മലയാളത്തിൽ ഒരു ഭാഷയുണ്ട്, ഒരു അമ്മേ പ്രലോഗമുണ്ട്. എന്തുവാ അമ്മേ? അവര് പറയുന്നതാണ് വേദവാക്യം. അതും കേട്ടാ നടക്കുന്നേ. ഈ പകൽ ആത്മീകത്തിനകത്ത് ദൈവം എന്ത് പറയുന്നോ അത് നീ കേൾക്കണം. ആത്മീകം നീയും ദൈവവും മാത്രമാണ്. വ്യക്തിപരമാണ് ആത്മീകം. രക്ഷ വ്യക്തിപരമാണ്. സ്വർഗം വ്യക്തിപരമാണ്. നീ സ്വർഗത്തിൽ പോയത് കൊണ്ട് അപ്പനെ കൊണ്ടുപോകാൻ കഴിയില്ല, അമ്മയെ കൊണ്ടുപോകാൻ കഴിയില്ല, സഹോദരനെ കൊണ്ടുപോകാൻ കഴിയില്ല, സഹോദരിയെ കൊണ്ടുപോകാൻ കഴിയില്ല. അവരാര് വിചാരിച്ചാലും നിന്നെയും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു കൂദാശകൾക്കോ ഒരു ചൊല്ലിനോ
ഒരു തർപ്പണത്തിനോ ഒരു ജൽപ്പനത്തിനോ മരിച്ച ഒരുവന്റെ ആത്മാവിനെ സ്വർഗത്തിൽ കയറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ആ സ്നേഹത്തോടെ ഞാൻ പറയുന്നത്, ഇറങ്ങേണ്ടപ്പം ചാടി ഇറങ്ങിക്കോണം, ഇറങ്ങേണ്ടപ്പം ചാടി ഇറങ്ങിക്കോണം. ദൈവം എന്ത് പറയുന്നു അതനുസരിച്ച് ഇറങ്ങിക്കോണം. ആരെയും വാക്ക് കേൾക്കാൻ നിൽക്കരുത്. നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവം സംസാരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിനക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ വന്നിട്ട് പാസ്റ്ററെ ഞാൻ പള്ളിയിൽ, നീ ഭാര്യ പോയിട്ട് സ്വർഗത്തിൽ പോവാന്ന് വിചാരിച്ച നീ നരകത്തില്. അവൻ പണ്ടേ ഉറപ്പിച്ചിരിക്കുക. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മക്കള് മാനസാന്തരപ്പെട്ടിട്ട് പാസ്റ്ററെ ഇവനൊന്നും സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുള്ളവനൊന്നുമല്ല, ഇവന് നാട്ടുകാരെ കാണിക്കണം. ആമേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്നാനവും രക്ഷയൊന്നും കുടുംബവകയല്ല, വ്യക്തിപരമാണ്. വ്യക്തിപരമാണ്. ആരിറങ്ങുവോ സൗഖ്യം ഉറപ്പാ. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, സമയം ദൈവസന്നിധിയിൽ വെളിപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരുടെയും വാക്കിന് നിൽക്കരുത്, അങ്ങ് ചാടി ഇറങ്ങിക്കോണ്. കയറി വരുന്നത് ഇറങ്ങിപ്പോയവനായിട്ടല്ല, പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്താണോ നീ മുങ്ങുന്നത്. നീ കയറി വരുന്നത് സ്വാതന്ത്ര്യമുള്ളവനായിട്ട്, അത്ഭുതം പ്രാപിച്ചവനായിട്ട്, വിടുതൽ പ്രാപിച്ചവനായിട്ട്, കെട്ടടിച്ചവനായിട്ട്. നമ്മൾ ഇന്ന് എന്തൊക്കെ പിടിച്ചോണ്ടിരിക്കുക. ആരെങ്കിലും വന്നിട്ടൊന്ന് ഇറങ്ങാം, ആരെങ്കിലും വരുമോ എന്നൊന്ന് നോക്കാം. എല്ലാവരും ഇറങ്ങി വിടുതൽ പ്രാപിക്കട്ടെ. ഞാനും ഒന്ന് സ്റ്റക്കായിട്ടൊക്കെ നിന്നിട്ട്, ജീവിതത്തിൽ നീ ഇറങ്ങത്തുമില്ല, നീ മുങ്ങത്തുമില്ല, നിന്റെ വിഷയം പരിഹരിക്കപ്പെടത്തുമില്ല, നീ വിടുവിക്കപ്പെടും ഇല്ല. ഹല്ലേലൂയ. എടാ, ഞാൻ വചനം പറഞ്ഞതാ. 38 വർഷമായി ഒരുവൻ കിടപ്പുണ്ട്, കുളക്കരയിൽ കിടപ്പുണ്ട്. എന്തിനെന്നറിയാമോ? 38 വർഷവും ദൂതൻ വന്ന് കലക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ഇറങ്ങേണ്ട സാധ്യതകളുണ്ടായിരുന്നു. ഒന്നുമില്ലേലും ഉരുണ്ടെങ്കിലും വീഴായിരുന്നു. ഹലോ ഹലോ ഇവൻ ഇപ്പോഴും പുതപ്പും പിടിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നന്മയും നോക്കിക്കിടക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് സൗഖ്യമാകാനൊന്നും മനസ്സില്ല. ഇവൻ കിടക്കുക, ദൂതനെ കാണുന്നുണ്ട്. നമ്മൾ പറയും പോലെ ഇടയ്ക്കൊക്കെ അവൻ ഞായറാഴ്ച വന്നിരുന്നിട്ട് ഒരു വിറയിലും ഒരു തുള്ളലും പോലെ ഇടയ്ക്കൊക്കെ അവനും പറയുന്നുണ്ട്. അവൻ നോക്കുന്നുണ്ട്, നല്ല ദൂതനാ, പഴയതിൽ ശക്തിയായിട്ടാ കലങ്ങിയത്, വന്നതിനേക്കാൾ സൂപ്പർ വിടുതല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ വന്നവരും പോയവരും എല്ലാം സൗഖ്യം പ്രാപിച്ചു. ഇവൻ ഇന്നും സൗഖ്യമില്ല, ഇവൻ ഇന്നും വിടുതലില്ല. ചിലരെ കണ്ടിട്ടില്ലേ, ചില ആലയത്തിനകത്തൊക്കെ തുടങ്ങിയ കാലം മുതലേ ഉണ്ട്. ഹലോ എന്ന് പറഞ്ഞാൽ 38 വർഷം മുമ്പ് പള്ളി തുടങ്ങിയപ്പോഴേ ഉണ്ട്. ഇന്നും ഗുണം പിടിച്ചിട്ടില്ല, ഇന്നും വിടുതലില്ല, ഇന്നും അനുഗ്രഹമില്ല, ഇന്നും ഒരു സൗഖ്യമില്ല. അവിടെ അങ്ങ് വന്നിരിക്കുക, വന്നങ്ങ് കിടക്കുക ഒരു പുതപ്പും കൊണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചലിക്കാഞ്ഞിട്ടല്ല, രോഗി സൗഖ്യമാകഞ്ഞിട്ടല്ല, അവൻ്റെ സമയം വെളിപ്പെടാഞ്ഞിട്ടല്ല, അതാത് സമയം ദൂതനിറങ്ങുന്നത് അവൻ തിരിച്ചറിയാഞ്ഞിട്ടല്ല, അവന് സൗഖ്യമാകാൻ മനസ്സില്ല. അതുകൊണ്ട് ആ ദൈവം വന്നിട്ട് ചോദിക്കുക, വേഗത്തിൽ പോകുക. ദൈവം വന്നിട്ട് ചോദിക്കുക, യേശു വന്നിട്ട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോടാ? 38 വർഷം കൊണ്ട് നീ കിടക്കുകയല്ലേ? നീ എന്നെ സൗഖ്യമായി പോകേണ്ട സമയം കഴിഞ്ഞു. നിന്റെ കുടുംബം വിടുവിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു. നിന്റെ തലമുറയുടെ ഭാവി വെളിപ്പെടേണ്ട സമയം കഴിഞ്ഞു. ഈ 38 വർഷമായി നീ ഇവിടെ ഇങ്ങനെ അങ്ങ് കിടക്കുക. നിനക്ക് സൗഖ്യമാകാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ചോദ്യം എന്ത് കൃത്യ, എത്ര സമയം കഴിഞ്ഞു? നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന എത്ര സമയം കഴിഞ്ഞു? നീ അപ്പോഴൊന്നും മനസ്സില്ലാതെ ഓടുക.
യു ആർ നോട്ട് അവൈലബിൾ. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൈലബിൾ അല്ല. ദൈവം ചോദിച്ചു, മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോ. നീ കുളത്തിലൊന്നും ഇറങ്ങണ്ട. സൗഖ്യം ഇൻസ്റ്റൻ്റായി ലഭിക്കുക. എന്തിലാ? ദൈവത്തോടുള്ള വിശ്വാസത്തിലാ. ദൈവം വരുന്ന സമയത്തിൻ്റെ ആ എൻകൗണ്ടറിനകത്ത് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, പഴക്കം പറഞ്ഞിരിക്കല്ലേ, പാരമ്പര്യം പറഞ്ഞിരിക്കല്ലേ. ദൂതൻ ഇറങ്ങിയാൽ അങ്ങ് ചാടിക്കോണ. വിടുതൽ ഉറപ്പ. അടുത്തിരിക്കുന്നവരെന്ത് ചിന്തിക്കുമെന്നൊന്നും ചിന്തിച്ച് സമയം കളയല്ലേ. അവൻ ചിന്തിച്ചാലും ഇല്ലേലോ നിനക്ക് വിടുതൽ തരുമ്പോ ലോകം ആശ്ചര്യപ്പെടും. നിന്റെ സ്ഥിതി മാറുമ്പോ, നിന്റെ അവസ്ഥ മാറുമ്പോ, നീ കിടക്കെടുത്ത് നടക്കുമ്പോ, ഇന്നലെ വരെ 38 വർഷക്കാലമായ പക്ഷപാതക്കാരനെന്ന് ലോകം വിധി എഴുതിയ നിന്റെ ജീവിതം തിരിയുമ്പോ ലോകം ആശ്ചര്യപ്പെടും. അതിനെന്താ വേണ്ടേ? ദൈവം വരുന്ന സമയത്ത് നിനക്ക് മനസ്സുണ്ടാകണം. ദൈവം വരുന്ന സമയത്ത് നീ അവൈലബിൾ ആകണം. നിന്റെ വീട്ടിനകത്ത് വേഗത്തിൽ ഞാൻ ഒറ്റ വാക്കും കൂടെ പറഞ്ഞിട്ട്, വചനം പറയുന്നു, ദുരാത്മാവ് ഒരു മനുഷ്യനെ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയാൽ അവൻ ഊരാടിയൊക്കെ നടന്നിട്ട് തന്നിലും ദുഷ്ടതയേറിയ 7 എണ്ണത്തിനെ കൊണ്ടുവരുമ്പോൾ നിന്റെ വീട് അടിച്ചു വാരി സാത്താന് വന്ന് കയറി കിടക്കാൻ കണക്കിന് നീ ഒരുക്കിയിരിക്കുകയാണെങ്കിൽ തന്നിലും ദുഷ്ടതയേറി 7 എണ്ണവും കൂടെ വന്ന് അവിടെ പാർത്ത് നിന്റെ ഗതിയാണെങ്കിൽ മുൻപത്തതിനേക്കാളും വഷളാകുമെന്ന വചനം പറയുന്നേ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സമയത്ത് നീ ഇല്ലെങ്കിൽ നിന്നെ ചില സ്പിരിറ്റുകൾ പിന്തുടരും, നിന്നെ ഒതുക്കും. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, ചില അഡിക്ഷനുകളിൽ നിന്നൊക്കെ പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സമയത്ത് വേണ്ട, 2 മാസവും കൂടെ, 1 വർഷവും കൂടെ ഞാൻ സ്നാനപ്പെടാൻ പാസ്റ്റേ, 1 വർഷവും കൂടെ. ആർക്കാ നിർബന്ധം? നീ വേണമെങ്കിൽ സ്നാനം. എന്നെ സംബന്ധിച്ചുള്ള ഒരു നിർബന്ധം ഇല്ല. എന്നെ വിളിച്ച വിളി വ്യത്യസ്തമാണ്. സ്നാനത്തിൻ്റെ എണ്ണമല്ല, നിന്റെ ജീവിത വിശുദ്ധിയാണ് വലുത്. നീ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ, നീ നേരെയാകേണ്ട സമയത്ത് നേരെയായില്ലെങ്കിൽ, നിന്റെ വീടിൻ്റെ അവസ്ഥ മാറേണ്ട സമയത്ത് വിടുതൽ പ്രാപിച്ചില്ലെങ്കിൽ, രോഗം സൗഖ്യമാകേണ്ട സമയത്തെ നിന്റെ രോഗം സൗഖ്യമായില്ലെങ്കിൽ, വചനം പറയുന്നു, ദൈവ വഴി വിട്ടുപോയാൽ തന്നിലും ദുഷ്ടതയേറിയ 7 എണ്ണം വന്ന് പാർക്കും. മുൻപിലുള്ളതിനേക്കാൾ പിന്നത്തെ സ്ഥിതി വഷളാകും. അതുകൊണ്ടാണ് ഈ പകൽ ആത്മാവിൽ ഞാൻ കണ്ണുനീരോടെ പ്രസംഗിക്കുന്നേ. അതാത് സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. കർത്താവ് ഇടപെടുന്ന സമയം നിനക്കറിയില്ല. അവൻ കള്ളനെ പോലെ വരും. നിന്റെ ചരിത്രം മാറുന്ന എൻകൗണ്ടർ എപ്പോഴൊന്നും നിനക്കറിയില്ല. ഞങ്ങളൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ സാർമാരൊക്കെ പറയാറുണ്ട്, മക്കളെ, ഈ വർഷക്കാലങ്ങളിൽ ദൈവത്തെ വിട്ടു ജീവിക്കരുത്. നിന്റെ ചരിത്രം മാറുന്ന എൻകൗണ്ടർ എപ്പോഴെന്ന് നിനക്കറിയില്ല. ആ സമയത്ത് നീ അവൈലബിൾ അല്ലെങ്കിൽ 21 ഇരുന്നാലും 40 ഇരുന്നാലും അതേപോലെ ദൈവം ഇറങ്ങി വരില്ല. ശൗലിനെ ദൈവം അഭിഷിക്തനാക്കി മാറ്റിയത് നടുറോട്ടി വെച്ച ദമസ്കോസിന്റെ പടിവാതിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാ ശമൂവേലിനെ അഭിഷേകത്താൽ നിറച്ചത്. ആത്മാവിന്റെ നിയോഗം വെളിപ്പെട്ടത് ആലയത്തിനകത്ത് വെച്ച ഒരുവനെ ആലയത്തിനകത്ത് വെച്ച് മറ്റൊരുവനെ പടിവാതിക്ക വെച്ച് റോഡിൽ വെച്ച്. ഇന്നു പകൽ എങ്ങനെയാണോ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതെന്ന് അറിയില്ല. യാക്കോബിനെ ഒരു കല്ല് തലയണയായി വച്ച് കിടക്കുമ്പോൾ അവന്റെ ചരിത്രം മാറുന്ന എൻകൗണ്ടർ വെളിപ്പെട്ടു. എങ്ങനെ എന്നല്ല വിഷയം, എങ്ങനെ വെളിപ്പെട്ടാലും
നീ അത് പ്രാപിക്കാൻ റെഡിയാണോ എന്നതാണ് വിഷയം. അങ്ങനെ നീ റെഡി അല്ലെങ്കിൽ നീന്നിൽ വെളിപ്പെടേണ്ടത് വേറെ പലരിലും വെളിപ്പെടും. നീ ഇരിക്കേണ്ട സ്ഥാനത്ത് വേറെ പലരും നിൽക്കും. നീ നിൽക്കേണ്ട പ്ലാറ്റ്ഫോമിൽ വേറെ പലരും നിൽക്കും. നീ അനുഗ്രഹിക്കപ്പെടേണ്ട രാജ്യത്ത് അതേ ഇടത്ത് വേറെ അനേകർ മാനിക്കപ്പെടും. ആർക്കാ നഷ്ടം? നമുക്കാ നഷ്ടം. അതുകൊണ്ട് ഇന്നു പകൽ അതാത് സമയത്ത് ദൂതനിറങ്ങുമ്പോ, ദൈവമിറങ്ങുമ്പോ ദൈവത്തോട് കൂടെ ഇറങ്ങാം. ഈ പകൽ നമുക്കൊന്നൊരുങ്ങാമോ? ഈ സന്ധ്യാസമയത്ത് നമുക്കൊന്നൊരുങ്ങാമോ? ഈ കണ്ണുകളെല്ലാം അടയട്ടെ. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക.